1 പത്രോസ് 3-ാം അധ്യായം 9-ാം വാക്യം നമുക്ക് വായിക്കാം. 1 പത്രോസ് 3:9. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പിൻ. അപ്പോസ്തലനായ പത്രോസ് സഭകൾക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് വായിച്ചത്. നമുക്കൊന്നും കൂടെ അത് വായിക്കാം. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പിൻ. ഇംഗ്ലീഷിൽ ഡു നോട്ട് റീപേ ഈവിൾ ഫോർ ഈവിൾ. നമ്മളോടൊരു ഒരാൾ ഈവിളായിട്ട് ദോഷമായിട്ടൊന്ന് പ്രവർത്തിക്കുമ്പോൾ, ശകാരിക്കുമ്പോൾ, അതായത് നമ്മളെക്കുറിച്ച് മോശമായിട്ട് നമ്മളെ മനഃപൂർവ്വം വേദനിപ്പിക്കാനായിട്ടൊക്കെ ചെയ്യുമ്പം അതിന് തിരിച്ചതേ നാണയത്തിൽ പകരം കൊടുക്കാതെ നമ്മൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കാനായിട്ട് അപ്പോസ്തലനായ പത്രോസ് ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നത്തെ മെസ്സേജിൻ്റെ ടൈറ്റിൽ ഇതാണ്: ചൂസിങ് ബ്ലെസ്സിങ് ഓവർ റിറ്റാലിയേഷൻ ഇൻ റിലേഷൻഷിപ്സ്. ബന്ധങ്ങളിൽ പ്രതികാരം ചെയ്യുന്നതിന് പകരമായി അനുഗ്രഹിക്കുന്നവരാകാനായിട്ട് അദ്ദേഹം നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ വേണ്ടിയിട്ട് അപ്പോസ്തലനായ പത്രോസിൻ്റെ തന്നെ ജീവിതത്തിലെ ഒരു എപ്പിസോഡ് നമുക്ക് എടുക്കാം. അത് സംഭവിക്കുന്നത് യേശുവിനെ അറസ്റ്റ് ചെയ്യുന്ന രാത്രി ഉണ്ടല്ലോ, ഗത്സമന തോട്ടത്തിൽ യേശുവും തൻ്റെ പ്രിയ ശിഷ്യരുമൊത്ത് പ്രാർത്ഥനയിൽ അല്പസമയം ചെലവഴിച്ചു എന്ന് നമുക്കറിയാം. അത് കഴിയുമ്പോഴാണ് മഹാപുരോഹിതന്മാരുടെ ആൾക്കാർ, പടയാളികൾ യേശുവിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് വരുന്നത്. എല്ലാ കള്ളക്കഥകളും കേസുകളും ഒക്കെ യേശുവിൻ്റെ മേൽ ചുമത്തിക്കൊണ്ടാണ് വരുന്നത്. യേശുവിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് അവർ വരികയാണ്. അവരിങ്ങനെ അറസ്റ്റ് ചെയ്യാൻ വന്ന് നിൽക്കുമ്പം ശിഷ്യന്മാരുടെ ഒരു പ്രതികരണം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. ലൂക്കോസ് 22:49. ഇവർ 3 വർഷക്കാലം യേശുവിൻ്റെ കൂടെ നടന്ന് യേശു റബ്ബിയായി ഇവർ ശിഷ്യന്മാരായി പഠിച്ചതാണ്. പക്ഷേ അവർ ചോദിക്കുന്ന ഒരു ചോദ്യം ലൂക്കോസ് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: അവൻ്റെ കൂടെയുള്ളവർ കണ്ടു. ആൾക്കാർ, പടയാളികളും മഹാപുരോഹിതൻ്റെ ആൾക്കാരും യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നു. എന്തും സംഭവിക്കാവുന്ന ആ നിമിഷങ്ങളിൽ അവർ ചോദിക്കുന്ന ഇതാണ്: കർത്താവെ, ഞങ്ങൾ വാൾ കൊണ്ട് വെട്ടണമോ എന്ന് ചോദിച്ചു. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. 3.5 വർഷം യേശുവിൻ്റെ കൂടെ നടന്ന് പഠിച്ചവരാണ്. പക്ഷെ ജീവിതത്തിലെ ചില റിയൽ ലൈഫ് സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് അവരും നമ്മളും ചിലപ്പം പ്രതികരിക്കുന്ന ഇതുപോലെയാണ്. അവർ ചോദിച്ചതാണ്: കർത്താവെ, ഞങ്ങൾ വാൾ കൊണ്ട് വെട്ടണമോ? യോഹന്നാൻ എഴുതിയ സുവിശേഷം 18:10-11 കുറച്ചും കൂടെ നമുക്കത് കാണാൻ സാധിക്കും. അവരെല്ലാവരും ഒന്നും വാളെടുത്തില്ല. പക്ഷെ ഇങ്ങനെ പറയുന്നു: ശിമോൻ പത്രോസ് തനിക്കുള്ള വാൾ ഊരി മഹാപുരോഹിതൻ്റെ ദാസനെ വെട്ടി അവൻ്റെ വലത്ത് കാത് അറുത്തു കളഞ്ഞു. ആ ദാസന് മൽക്കോസ് എന്നു പേർ. യേശു പത്രോസിനോട്, വാൾ ഉറയിലിടുക. പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ എന്ന് പറഞ്ഞു. ഒരു നിമിഷം ആ പത്രോസിൻ്റെ ഉള്ളിൽ ശരിക്കും യേശുവിനോടുള്ള വലിയ സ്നേഹമാണത്. ഭയങ്കര ഒരു എരിവാണ് വരുന്നത്. പക്ഷെ ആ പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവമുള്ള പത്രോസ് തൻ്റെ ഉറയിൽ നിന്ന് ആ വാളെടുത്തിട്ട് മഹാപുരോഹിതൻ്റെ ദാസനെയാണ് വെട്ടുന്നത്. നമുക്കറിയാവുന്നതുപോലെ എന്തുകൊണ്ടാണ് തലയ്ക്ക് വെട്ടേക്കുന്നില്ല എന്ന് നമുക്കറിയത്തില്ല. ഒരു പക്ഷേ പത്രോസ് ഒരു പടയാളിയല്ല, പത്രോസ് ഒരു മീൻപിടുത്തക്കാരനായിരുന്നു എന്ന് നമുക്കറിയാം. ചിലപ്പം വെട്ടിയത് ശരിയാകാഞ്ഞത് കൊണ്ടായിരിക്കാം, അറിയില്ല കേട്ടോ. ഒരു പക്ഷേ പത്രോസ് കറക്റ്റായിട്ട് വെട്ടിയിട്ടുണ്ടാകാം. പക്ഷേ മൽക്കോസ് ഒരു പടയാളി ആയതുകൊണ്ട് തല വെട്ടിച്ചത് കൊണ്ടായിരിക്കാം അത് കാതർത്താണ് താഴെ വീഴുന്നത്. നമ്മളത് ഒരൊറ്റ ലൈനിൽ വായിച്ചു നോക്കുമ്പോഴത്തേക്ക് അതൊരു സംഭവം, ഇങ്ങനെ വെട്ടി അത് താഴെ വീണു അങ്ങനെ ചിന്തിക്കും. പക്ഷേ കുറച്ചും കൂടെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, പത്രോസ് ചെയ്ത ആ ആക്ഷൻ എന്ന് പറയുന്നത് എന്താ ശരിക്കും? അവിടെ സംഭവിച്ചേക്കുന്നത് അത് മഹാപുരോഹിതൻ്റെ ദാസൻ എന്നാണ് പറയുന്നത്. അന്നത്തെ ഏറ്റവും ടോപ്പായിട്ടുള്ള ജൂയിഷ് റിലീജിയസ് ലീഡറാണ് കയ്യഫാവ്, മഹാപുരോഹിതനായ കയ്യഫാവ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ദാസനാണത്. അതായത് നമ്മുടെ ഇന്നത്തെ കാലത്തെ ഒരു ഗവൺമെൻറ് ഒഫീഷ്യലിൻ്റെ പേഴ്സണൽ സെക്യൂരിറ്റി പോലത്തെ ഒരാളാണത്. അങ്ങനെ ഒരാൾ ആക്രമിക്കപ്പെട്ടാലുള്ള ഒരു സംഭവം നോക്കിക്കേ. അതുപോലെ യേശുവിനെ നിയമപരമായിട്ട് അറസ്റ്റ് ചെയ്യാൻ വന്നേക്കുക മഹാപുരോഹിതൻ്റെ ആൾക്കാരും
അവരെ ഭരിക്കുന്ന റോമൻ പട്ടാളക്കാരുമാണ് വന്നേക്കുന്നത്. പത്രോസിന്റെ ആ ആക്ഷൻ ഒരുപക്ഷെ ഒരു നിമിഷം കൊണ്ടുണ്ടായതാണെങ്കിൽ പോലും ശരിക്കും ആ ആക്ഷൻ എന്താ ശരിക്കും സംഭവിക്കുന്നത്? അവിടുത്തെ നിയമത്തിനെതിരായിട്ടുള്ള ഒരു ലോ ആൻഡ് ഓർഡറിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന പോലത്തെ ഒരു പ്രവൃത്തിയായിട്ടാണ് ആ വരുന്നത്. എന്നാൽ യേശു കർത്താവ് പെട്ടെന്ന് തന്നെ പത്രോസിനോട് പറയുന്ന ഇതാണ്, പത്രോസെ വാൾ ഉറയിൽ ഇടുക എന്ന് പറയുകയാണ്. എന്നിട്ട് നമ്മളിങ്ങനെ ഒന്ന് മനസ്സിലാക്കുക, ഈ പത്രോസിൻ്റെ ആക്ഷൻ ഉണ്ടല്ലോ, മൽക്കോസ് എന്ന് പറയുന്ന മഹാപുരോഹിതൻ്റെ ആ ജോലിക്കാരൻ്റെ കാത് വെട്ടിയെന്ന് പറയുന്നത്, അത് യേശു സൗഖ്യമാക്കിയില്ലായിരുന്നെങ്കിൽ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. അത് അടുത്ത നടക്കാൻ പോണത് പത്രോസിനെ ഇവർ അറസ്റ്റ് ചെയ്യാം, പത്രോസിനെ പിടിച്ചുകൊണ്ട് പോകാം, പത്രോസ് കൊല്ലപ്പെടാം, ബാക്കി ശിഷ്യന്മാർക്കും അതേ അവസ്ഥ വരാം അല്ലേ. പക്ഷെ അതിനെ തടുത്തുകൊണ്ടാണ് യേശു മൽക്കോസിൻ്റെ ചെവി ഹീൽ ചെയ്യുന്നതായിട്ട് നമ്മൾ വായിക്കുന്നത്. എന്തുകൊണ്ടാണ് പത്രോസ് പെട്ടെന്ന് അങ്ങനെ പെരുമാറാനിടയായത്? നമ്മൾ പത്രോസിനെ ഒന്ന് കുറ്റം പറയുന്നതിന് മുമ്പ് നമ്മുടെ ഹ്യൂമൻ നേച്ചറാണത്. നമുക്കൊരു പോയിന്റ് ഇവിടെ കാണാം. അവർ നാച്ചുറൽ റിയാക്ഷൻ ടു ഒഫൻസ് ഈസ് ഫൈറ്റ്. നമ്മളെ ആരെങ്കിലും അന്യായമായിട്ടൊന്ന് വേദനിപ്പിക്കുകയോ മുറിവേൽപ്പിക്കുകയോ ചെയ്താൽ തിരിച്ച് അതുപോലെ തന്നെ ഫൈറ്റ് ചെയ്യാനുള്ളതാണ് മനുഷ്യരുടെ നാച്ചുറൽ ആയിട്ടുള്ളൊരു ടെൻഡൻസിയാണ്. അത് പത്രോസിന് അല്പം കൂടുതലായിരുന്നു. പത്രോസ് പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്തു അല്ലേ. നമ്മൾക്കും അങ്ങനെ തോന്നാറില്ലേ? ഇടയ്ക്ക് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മളോട് ആരെങ്കിലും തെറ്റ് ചെയ്താൽ അതേ ഇതെല്ലാം തിരിച്ചു കൊടുക്കാൻ തോന്നും. നമ്മളെക്കുറിച്ച് മോശമായിട്ട് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരെക്കുറിച്ച് മോശമായിട്ട് എന്തെങ്കിലും പറയാനുള്ള ഒരു ടെൻഡൻസി, നമ്മളെക്കുറിച്ച് പഴയ എന്തെങ്കിലും കാര്യം എടുത്തിട്ടാൽ അവരെക്കുറിച്ച് നമുക്കറിയാവുന്നതോ അതിൽ കൂടുതലോ ചേർത്ത് പറയാനുള്ളൊരു ടെൻഡൻസി, നമ്മളെ ഒരു ചീത്ത വിളിച്ചാൽ തിരിച്ചും അതേ കൊടുക്കാനുള്ള ഒരു ടെൻഡൻസി, അത് മാനുഷികമായിട്ടുള്ള ഒരു ടെൻഡൻസിയാണ് അല്ലേ. അബ്യൂസീവ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് വിളിച്ചാൽ തിരിച്ച് ചെയ്യാൻ തുടങ്ങും. സോ അവർ നാച്ചുറൽ റിയാക്ഷൻ ടു ഒഫൻസ് ഈസ് ഫൈറ്റ് എന്നുള്ളതാണ്. എന്നാൽ നമുക്ക് നോക്കാം, കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്. മത്തായി 26:52 4 സുവിശേഷങ്ങളിലും ഈ ഇൻസിഡൻറ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പല ആംഗിളിലാണെന്നേ ഉള്ളൂ. അതിൽ ഒരു ഭാഗം മത്തായിൽ ഇങ്ങനെയാണ് പറയുന്നത്, യേശു അവനോട് വാൾ ഉറയിലിടുക, വാളെടുക്കുന്നവരൊക്കെയും വാളാൽ നശിച്ചു പോകും. യേശു കർത്താവ് ഒരു വലിയ പ്രിൻസിപ്പിള് പഠിപ്പിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ് അവിടെ. വാളെടുക്കുന്നവരൊക്കെയും വാളാൽ നശിച്ചു പോകും. എന്താ യേശു കർത്താവ് ഇവിടെ പഠിപ്പിച്ച് തരാൻ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിനെ ഒരു വേർഡ് നമുക്ക് പറയാമെങ്കിൽ അതിനെ റിറ്റാലിയേഷൻ സൈക്കിൾ എന്ന് പറയാം. അതായത് ഒരാൾ ഒരു പ്രതികാരം ചെയ്താൽ, ഓക്കെ ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക്, ദ റിറ്റാലിയേഷൻ സൈക്കിൾ. അതിന് വേറൊരു പേരും കൂടെ പറയാം, വയലൻസ് റിവെഞ്ച് സൈക്കിൾ. അതായത് പല സ്റ്റെപ്പിലാണ് ഇത് വരുന്നത്. ഒരാൾക്ക് ആദ്യം എന്താ ഇതിൽ സംഭവിക്കുന്നത് വെച്ചാൽ, ഒരാൾക്ക് ഇഞ്ചുറി ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ മനസ്സിലോ ശരീരത്തോ ഒരു മുറിവുണ്ടാക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കിക്കേ, അതിൻ്റെ ഫലമായിട്ട് വലിയൊരു ദേഷ്യം തോന്നുന്നു, ഡിസയർ ഫോർ ജസ്റ്റിസും, അയ്യോ നീതി അല്ലല്ലോ, എനിക്ക് തിരിച്ചെന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് തോന്നുക. അടുത്ത അപ്പം എന്താണെന്ന് അറിയാമോ, ഒരു റിറ്റാലിയേഷൻ. ആ മുറിവേറ്റ വ്യക്തി തിരിച്ച് അതേ നാണയത്തിൽ കൊടുക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അടുത്ത ഒരു പ്രശ്നം ക്രിയേറ്റഡ് ആവുക, ന്യൂ ഒഫൻസ് ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ നടന്ന വഴക്ക് എസ്കലേഷൻ കുറച്ചും കൂടെ അങ്ങ് കൂടും. ആൻഡ് ദാറ്റ് സൈക്കിൾ റിപ്പീറ്റ്സ്. പിന്നെയും ആ പ്രശ്നം തീരാതെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഞാൻ ഒരാളെ ഉപദ്രവിച്ചു എന്ന് വിചാരിക്കുക, അത് ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇഞ്ചുറി. ഓക്കെ, ഞാൻ എ എന്ന് പറയുന്ന ഒരാളെ ഉപദ്രവിച്ചു എന്ന് വിചാരിക്കുക. അപ്പം ആ എ എന്ന് പറയുന്ന ആൾക്ക് എന്നോട് വലിയ ദേഷ്യം തോന്നുന്നതാണ് സെക്കൻഡ് സ്റ്റെപ്പ്, ആങ്കർ. അവർക്ക് ദേഷ്യം വരില്ല ഞാൻ മുറിവേൽപ്പിച്ചാൽ. പിന്നെ അപ്പം അടുത്തതെന്ന് വെച്ചാൽ അവർക്ക് തിരിച്ചെന്നോടൊരു പ്രതികാരം ചെയ്യാൻ തോന്നുന്നു, റിറ്റാലിയേഷൻ. അപ്പോൾ എന്താ, അവരൊരു പ്രതികാരം ചെയ്യുമ്പം അടുത്തൊരു തെറ്റായി, അപ്പോൾ എനിക്ക് പിന്നെയും വേദനിച്ചു, പിന്നെ എനിക്ക് ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കൂടിയ ഇതിൽ തിരിച്ചു പറയും അല്ലെങ്കിൽ തിരിച്ചു ചെയ്യും. ഇതിങ്ങനെ നിൽക്കാതെ പോയിക്കൊണ്ടിരിക്കും. ഇതാണ് കർത്താവ് പറഞ്ഞത്, വാളെടുക്കുന്നവൻ
അതായത് പ്രതികാരത്തിലൂടെ പ്രവർത്തിക്കാനായിട്ട് ഒരാൾ തീരുമാനിച്ചു കഴിയുമ്പം ആ പ്രതികാരത്തിൻ്റെ സൈക്കിളിൽ എവിടെയോ വെച്ച് അവർ നശിച്ചു പോകാനായിട്ട് ഇടയായിത്തീരും. നമുക്കത് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ചിന്തിക്കാം. എനിക്കറിയാം ഇപ്പോൾ തന്നെ പലരുടെയും മനസ്സിൽ ഒരു ചിന്തയുണ്ടായിട്ടുണ്ടാകും, അപ്പം ഞങ്ങളോട് ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ ഞങ്ങൾ മിണ്ടാതിരിക്കണോ? ഒന്നും ചെയ്യാതിരുന്ന പിന്നെയും ഞങ്ങൾ അബ്യൂസിന് നിന്നു കൊടുക്കുകയല്ലേ, മറ്റൊരു തെറ്റ് ചെയ്യാനായിട്ട് പിന്നെയും പ്രേരിപ്പിക്കുകയല്ലേ? നമുക്ക് ആര് വാളെടുക്കണമെന്നാണ് വേദപുസ്തകം പറയുന്നതെന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. അതിന് നമ്മളൊരു സമൂഹത്തിലാണ് ജീവിക്കുന്നത് അല്ലേ? അപ്പം നമുക്കിവിടെ ആരും വാളെടുക്കാതിരുന്നാൽ എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുന്നത്? റോമർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം ഒന്ന് വായിച്ചു നോക്കാം. അതിൽ എല്ലാം വായിക്കുന്നില്ല, 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലാണ് അത് പറയുന്നത്. ഓക്കെ, ഒരു ക്രിസ്ത്യാനി എങ്ങനെ കാര്യങ്ങളെ കാണണമെന്ന് അപ്പോസ്തലനായ പൗലോസ് അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഏതു മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ, ദൈവത്താലല്ലാതെ ഒരധികാരവുമില്ലല്ലോ, ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പം ദൈവം നമ്മളുടെ മുകളിൽ അധികാരങ്ങൾ വെച്ചിട്ടുണ്ട്, അതോറിറ്റി ഉണ്ട് അല്ലേ? നമുക്കിവിടെ മന്ത്രിമാരുണ്ട്, ജുഡീഷ്യറി ഉണ്ട്, പോലീസ് സിസ്റ്റം ഉണ്ട്, നിയമമുണ്ട്, എല്ലാം ഉണ്ടല്ലേ? എന്തിനാ ഇതൊക്കെ ദൈവം വെച്ചിരിക്കുന്നത്? വേദപുസ്തകം പറയുന്നത് ഇത് ദൈവം വെച്ചിരിക്കുന്നതാണ്. ഞാനത് ഫുൾ സമയമില്ലാത്തതുകൊണ്ട് വായിക്കുന്നില്ല. 4-ാം വാക്യത്തിലെ ഒരു കാര്യം ഒന്ന് ചൂണ്ടിക്കാണിച്ചു തരാവേ. നിന്റെ നന്മയ്ക്കായിട്ടല്ലോ അവൻ ദൈവ ശുശ്രൂഷക്കാരനായിരിക്കുന്നത്. അതായത് നിയമം നടപ്പാക്കുന്ന വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അവരെക്കുറിച്ച് പറയാണ്, അവർ ദൈവ ശുശ്രൂഷക്കാർ. ഒരു സമൂഹം മുഴുവൻ മനുഷ്യർ ജീവിക്കുമ്പോൾ അതിൽ ദുഷ്ടത പ്രവർത്തിക്കുന്നവരുണ്ട്. പക്ഷേ എല്ലാവരും വാളെടുക്കാൻ പറ്റില്ല. ഇവരെക്കുറിച്ച് പറയുകയാണ്, നീ തിന്മ ചെയ്താലോ ഭയപ്പെടുക, വെറുതെ അല്ല അവൻ വാൾ വഹിക്കുന്നത്, അവൻ ദോഷം പ്രവർത്തിക്കുന്നവൻ്റെ ശിക്ഷയ്ക്കായി പ്രതികാരിയായ ദൈവ ശുശ്രൂഷക്കാരൻ തന്നെ. ഒരു സമൂഹത്തിൽ ആളുകൾ ജീവിക്കുമ്പം അവിടെ ഒരു ലോയും ഓർഡറും എൻഫോഴ്സ് ചെയ്യുന്ന സിസ്റ്റം ഉണ്ട്. അവർ വാളെടുക്കട്ടെ, അതിനു വേണ്ടിയിട്ട് അവരെ പറയുന്നുണ്ടോ, വെറുതെ അല്ല അവൻ വാൾ വഹിക്കുന്നത്, അവരെ ഏൽപ്പിച്ചിട്ടുണ്ട് നിയമം നടപ്പാക്കാനൊക്കെ. അവൻ ദോഷം പ്രവർത്തിക്കുന്നവൻ്റെ ശിക്ഷയ്ക്കായി പ്രതികാരിയായ ദൈവ ശുശ്രൂഷക്കാരൻ തന്നെ. അങ്ങനെ ഒരു സിസ്റ്റത്തിൽ പോകണം. എന്നാൽ യേശു ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ പേഴ്സണലി നമ്മൾ ഒഫൻഡഡ് ആകാം. അപ്പോഴൊക്കെ നമ്മൾ വാളെടുക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടല്ലോ. ഓരോരുത്തരും വാളെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ റിറ്റാലിയേഷൻ സൈക്കിൾ തീരത്തില്ല. സമൂഹത്തിൽ ആക്രമണങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. അതിനുള്ള പരിഹാരമാണ് കർത്താവ് പറഞ്ഞത്, വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും, നിന്റെ വാൾ ഉറയിൽ ഇട്ടുകൊള്ളുക. ഇതിപ്പം ഞാനിങ്ങനെ പറയുമ്പോഴത്തേക്ക് മറ്റൊരു കാര്യവും കൂടെ നിങ്ങളൊന്ന് ചൂണ്ടിക്കാണിച്ച് തരുവാൻ ആഗ്രഹിക്കുകയാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് അവസാനം വലിയ വലിയ പ്രശ്നങ്ങളായിത്തീരുന്നത്. ചിലപ്പോൾ ഒരു വാക്കിൽ നിന്നായിരിക്കും തുടങ്ങുന്നത്. അപ്പം നമുക്ക് ഉടനെ എന്ത് തോന്നുമെന്നറിയാമോ? നമ്മുടെ സ്വന്തം വാളെടുക്കാൻ തോന്നും, പ്രയോഗിക്കാൻ തോന്നും മറ്റേയാൾക്കെതിരായിട്ട്. പക്ഷേ ഇത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോഗിച്ചു കൊണ്ടിരുന്നാൽ ആ സൈക്കിൾ തീരത്തില്ല. ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. 1914 ജൂൺ 28 ഒരു സംഭവം നടന്നു. അത് ഓസ്ട്രിയ ഹംഗറി എന്ന് പറഞ്ഞ സ്ഥലത്ത് അന്ന് അടുത്ത കിരീടാവകാശിയായിരുന്ന വ്യക്തിയായിരുന്നു ആർക്ഡ്യൂക്ക് ഫ്രാൻസ് ഫെർഡിനാൻഡ് എന്ന് പറയുന്നത്. ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ ഭാര്യ സോഫിയും ഉണ്ടായിരുന്നു. ഓക്കെ, ഓസ്ട്രിയ ഹംഗറിയിൽ. ഗാവ്രിലോ പ്രിൻസിപ്പ് എന്ന് പറയുന്ന ഒരു 19കാരൻ, ഇദ്ദേഹം ഒരു സെർബ് നാഷണലിസ്റ്റ് മൂവ്മെൻറ്റിലെ അംഗമായിരുന്നു. അതായത് ഓസ്ട്രിയ ഹംഗറിയുടെ അധികാരത്തിന് കീഴിൽ കടന്ന സെർബിയക്കാർക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ബ്ലാക്ക് ഹാൻഡ് എന്ന് പറഞ്ഞ സീക്രട്ട് ഗ്രൂപ്പിലെ അംഗമായിരുന്നു ഗാവ്രിലോ പ്രിൻസിപ്പ്. വെറും 19 വയസ്സുള്ള ഒരു പയ്യൻ. ഓക്കെ, എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ആ ഒരു പെർട്ടിക്കുലർ ഡേയിൽ അടുത്ത കിരീടാവകാശിയായിരുന്ന ആർക്ഡ്യൂക്ക് ഫ്രാൻസ് ഫെർഡിനൻഡും ഭാര്യയും അവരെ ഈ 19കാരൻ വെടിവെച്ച് കൊന്നു. ഓക്കെ, 2 പേരും കൊല്ലപ്പെട്ടു.
ഇത് ആക്ച്വലി ആ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ലോക്കൽ പ്രശ്നമായിരുന്നു. പക്ഷെ സംഭവിച്ചത് എന്താണെന്നറിയാമോ? ഓസ്ട്രിയ ഹംഗറിയുടെ അടുത്ത കിരീടാവകാശിയായിരുന്നു ഈ ആർക്ഡ്യൂക്ക് ഫ്രാൻസ് ഫെർഡിനാൻഡ്. ഗാവ്രിലോ പ്രിൻസിപ്പ് സെർബിയക്കാർക്ക് വേണ്ടി സംസാരിച്ചത്. ഓക്കെ, സംസാരിച്ചാൽ അവർക്ക് വേണ്ടി പ്രവർത്തിച്ച് സെർബിയക്കാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് റഷ്യ ഒരു സൈഡിൽ വന്നു ഓസ്ട്രിയ ഹംഗറിക്കെതിരായിട്ട്. അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ റഷ്യയുടെ കൂടെ ഫ്രാൻസ് നിന്നു ഒരു സൈഡിൽ. റഷ്യയും ഫ്രാൻസും കൂടെ ഒരുമിച്ച് നിന്നപ്പോഴത്തേക്ക് ജർമ്മനി പറഞ്ഞു, ഞങ്ങൾ ഓസ്ട്രിയ ഹംഗറിയെ സപ്പോർട്ട് ചെയ്യുകയാണ്, ഞങ്ങൾ ഇവരുടെ കൂടെ നിൽക്കാന്ന് പറഞ്ഞ് ജർമ്മനി ഈ സൈഡിൽ വന്നു. ജർമ്മനി വന്നപ്പം റഷ്യനെയും ഫ്രാൻസിനെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബ്രിട്ടീഷുകാർ അപ്പുറത്ത് വന്നു. 2 സ്ഥലങ്ങളിലായിട്ട് ഭാഗങ്ങളിലായിട്ട് ഓരോരോ രാജ്യങ്ങൾ അങ്ങനെ ജോയിൻ ചെയ്യാൻ തുടങ്ങി. സംഭവിച്ചത് എന്താണെന്നറിയാമോ? ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരു കാര്യം തുടങ്ങി. 1914 മുതൽ 1918 വരെ നീണ്ടു നിന്ന ഫസ്റ്റ് വേൾഡ് വാർ. ഗാവ്രിലോ പ്രിൻസിപ്പ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു വെടി ഉതിർത്തപ്പം ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല അവർക്ക് സെർബിയക്കാർക്ക് സ്വാതന്ത്ര്യം കിട്ടണമെന്നേ ചിന്തിച്ചുള്ളൂ. ആ ഒരു വയലന്റ് ആക്ഷൻ കൊണ്ടെത്തിച്ചത് 1-ാം ലോക മഹായുദ്ധത്തിലാണ്. രാജ്യങ്ങൾ സൈഡ് പിടിച്ച സൈഡ് വയലൻസിൻ്റെ ആ സൈക്കിൾ എവിടെയെങ്കിലും വെച്ച് നിന്നില്ലെങ്കിൽ എന്താ സംഭവിച്ചതെന്നറിയാമോ? 1-ാം ലോക മഹായുദ്ധത്തിൽ റെക്കോർഡിക്കലായിട്ട്, ബാക്കി എത്രയും നമുക്കറിയില്ല, 1,70,00,000 ആൾക്കാർ മരിച്ചത്. ഓക്കെ, 21 കോടിയോളം ആൾക്കാർ വൂണ്ടഡ്. ബാക്കി നാശനഷ്ടങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ 1-ാം ലോക മഹായുദ്ധം ഉണ്ടായപ്പോഴത്തേക്കുള്ളത്. ഇതുപോലത്തെ ചില തീർച്ചയായിട്ടും അതിനു മുമ്പ് അവിടുത്തെ സാഹചര്യങ്ങൾ അങ്ങനെ ആയിരുന്നു എന്നുള്ളപ്പോൾ തന്നെ ഒരു വെടി വെച്ചതാണ് അല്ലേ? ആ പ്രിൻസിപ്പ് എന്ന് പറയുന്ന 19കാരൻ ഉതിർത്ത ആ വെടിയാണ് പിന്നീട് ലോക മഹായുദ്ധത്തിലേക്ക് ട്രിഗർ ചെയ്ത ഫാക്ടറായിട്ട് വന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലെ ചിലപ്പം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പിടിച്ചാൽ കിട്ടാത്ത പോലെ പ്രശ്നങ്ങളായി പോകും. അതാ കർത്താവ് പറഞ്ഞത്, നിന്റെ വാൾ എവിടെ ഇടണം? ഉറയിൽ ഇടുക. വാൾ എടുക്കുന്നവൻ വാളാൽ നശിക്കും. അത് ചരിത്രം പഠിപ്പിക്കുന്ന കാര്യമാണ്. വയലൻസ് കൊണ്ട് എന്തെങ്കിലും സോൾവ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ടല്ലേ നമുക്കറിയാവുന്ന പിന്നീട് സമാധാന ചർച്ചകൾ വന്നതും എല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണല്ലേ. ഇനി ഈ റിറ്റാലിയേഷൻ സൈക്കിൾ ഇത്രയും ഭീകരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കുമ്പോൾ തന്നെ ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ. ഇതിപ്പം ഇൻ്റർനാഷണൽ കാര്യമാണല്ലോ, നമ്മളുടെ ഒന്നും കാര്യമല്ലല്ലോ എന്ന് ചിന്തിക്കരുത്. നമ്മുടെയൊക്കെ വീട്ടിലും ഇതുപോലെയൊക്കെ തന്നെയാണ്. ചെറുതായിട്ട് തുടങ്ങുന്ന കാര്യങ്ങളായിരിക്കും പിന്നീട് വലിയ വലിയ പ്രതികാര ചിന്തയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവർത്തിക്കാൻ തുടങ്ങി കഴിയുമ്പം വലിയ വലിയ പ്രശ്നങ്ങളായിട്ട് മാറുന്നത്. അപ്പം കർത്താവ് പറഞ്ഞു, വാൾ ഉറയിൽ ഇടുക. വാൾ എവിടെ ഇടണം? വെക്കേണ്ട സ്ഥലത്ത് വെക്കണം. ഓക്കെ, ഇനിയും യേശു കർത്താവ് അപ്പം നമുക്ക് ഒരു നീതി വേണ്ടേ? നമ്മളെ ഒരാൾ അബ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരാൾ നമ്മളെ നമ്മളെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു നീതി വേണ്ടേ? അപ്പോൾ യേശു കർത്താവ് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ള ചില കാര്യങ്ങളിലേക്കൊന്ന്, എനിക്കറിയാം ഈ കുറച്ച് സമയം കൊണ്ട് എന്തോരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ ചില കാര്യങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം. കർത്താവ് പറഞ്ഞു, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ലെക്സ് ടാലിയോനെസ് എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. യേശു കർത്താവ് തൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന ആളുകളോട് പറഞ്ഞു, നിങ്ങളിത് കേട്ടിട്ടുണ്ടല്ലോ എന്ന്. അവരത് കേട്ടിട്ടുണ്ട്. ഓക്കെ, 2000 വർഷം മുമ്പുള്ള അവരത് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം ഇന്നിരിക്കുന്ന നമ്മൾ വിചാരിക്കും എന്തു ക്രൂരമായിട്ടുള്ള കാര്യമല്ലേ, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. പക്ഷേ ആക്ച്വലി അതങ്ങനെയല്ല സംഭവം. പ്രാചീന കാലങ്ങൾ, യേശുവിന് മുമ്പുള്ള അനേക നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കാലങ്ങളിൽ തൊട്ട് തന്നെ ആളുകൾക്ക്, അതായത് ഓരോ സ്ഥലങ്ങൾക്കൊക്കെ നിയമങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ആളുകൾ സ്വയമായിട്ട് നിയമങ്ങൾ നടത്തുമായിരുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു വീട്ടിൽ ഒരു സഹോദരൻ ആക്രമിക്കപ്പെട്ടാൽ കുടുംബം മുഴുവൻ ചെന്നിട്ടുണ്ടല്ലോ, ചിലപ്പോൾ മറ്റേ കുടുംബത്തിലെ ആളുകളെ മുഴുവൻ തീർത്ത് കളയുമായിരുന്നു. നിയമങ്ങളൊക്കെ വരുന്നതിന് മുമ്പുള്ള പ്രാചീന കാലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരാളുടെ വയലിൽ കയറി ഒരു ആടിനെ മോഷ്ടിച്ചാൽ ചിലപ്പോൾ വയലും വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ വീടും കൂടെ കത്തിച്ചു കളയുമായിരുന്നു. അതായത് ഭയങ്കര എക്സസീവായിട്ട് റിവെഞ്ച് എടുക്കുകയും
പേഴ്സണലായിട്ട് തന്നെ അവരത് നടപ്പാക്കുകയും ചെയ്തിരുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടേ, അങ്ങനെ സമൂഹത്തിൽ വയലൻസ് കൂടിയപ്പോഴാണ് ഓരോ സമൂഹങ്ങളിലും നിയമങ്ങളുണ്ടായത്. നമുക്കറിയാം, യഹൂദന്മാർക്ക് നിയമമുണ്ടായപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 21:24, ലേവ്യ 24:20, ആവർത്തനം 19:21, ഇവിടെ എല്ലാം ഇത് പറയുന്നുണ്ട്. കണ്ണിനു പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. അതായത് നമുക്ക് എന്തോരം ഇത് പറ്റിയോ അതിന് തുല്യമായിട്ടുള്ളതേ ചെയ്യാവുള്ളൂ. ഓക്കെ, അത് ഒരു രാജ്യത്തിന് നിയമമായിട്ട് വന്നതാണ്. ഇനി ഞാൻ മോശ കൊടുത്ത നിയമത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടേ, അതിനു മുമ്പ് എക്സിസ്റ്റ് ചെയ്യുന്ന ഹമ്മുറബിയുടെ കോഡ് ഓഫ് ലോയിലും ഇത് പറയുന്നുണ്ട്. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. പ്രാചീന കാലങ്ങളിൽ ആളുകളുടെ വയലന്റ് നേച്ചറിനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ, കൂടുതലായിട്ട് പ്രതികാരം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു നിയമം കൊടുത്തത്. എന്ത്? കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. അപ്പൊ യേശുവിൻ്റെ കാലമായപ്പോഴത്തേക്ക് ആളുകൾ ചിന്തിച്ചു, ഓക്കെ, കണ്ണിന് പകരം കണ്ണ് ചെയ്യാം, പല്ലിന് പകരം പല്ല് ചെയ്യാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞൊരു സമൂഹത്തിൽ നീതി നടപ്പാക്കുന്ന സിസ്റ്റം ഉണ്ട്, പക്ഷെ പേഴ്സണൽ ലൈഫിലും ഇത് അങ്ങനെ തന്നെ ചെയ്യാമെന്ന് ചിന്തിച്ചവരോട് കർത്താവ് പറഞ്ഞു, അല്ലല്ല, അങ്ങനെ അല്ല ചെയ്യേണ്ടത്. എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നത്, യേശുവിനെ ഫോളോ ചെയ്യാൻ ആഗ്രഹിച്ചവരോട് കർത്താവ് പറഞ്ഞു കൊടുത്തു, ദുഷ്ടനോട് എതിർക്കരുത്. നിന്നെ വലത്തെ ചെകിട്ടത്ത് അടിക്കുന്നവന് മറ്റേതും തിരിച്ച് കാണിക്കാം. യേശു കർത്താവ് എന്താ പറയുന്നതെന്ന് പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട്. അതായത് അബ്യൂസ് അനുവദിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിലാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശു കർത്താവ് ഒരു കാര്യം പഠിപ്പിച്ചെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്തും ആളുകളെ മോഡൽ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഞാൻ ഒരു വേദഭാഗം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ആ ഭാഗത്ത് യേശുവിൻ്റെ ഒരു കന്നത്തടിക്കുമ്പോൾ യേശു പ്രതികരിക്കുന്ന രീതി നമുക്ക് ആദ്യം ഒന്ന് വായിച്ചതിന് ശേഷം നമ്മൾ ഈ നേരത്തെ വായിച്ച ഭാഗമില്ലേ, അതിൻ്റെ ഒരു അർത്ഥമൊന്നും നമുക്ക് നോക്കാമേ. എല്ലാവരും എടുക്കുക. ഓക്കെ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 18-ാം അധ്യായം, അതിൻ്റെ 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 19 മുതൽ 23 വരെ. എല്ലാവർക്കും എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇവിടെ നോക്കിയാലും മതി കേട്ടോ. ഓക്കെ, ഇവിടെ വായിക്കാം. മഹാപുരോഹിതൻ യേശുവിനോട് അവൻ്റെ ശിഷ്യന്മാരെയും ഉപദേശത്തെയും കുറിച്ച് ചോദിച്ചു. യേശുവിനെ ക്വസ്റ്റ്യൻ ചെയ്യുവാണ് മഹാപുരോഹിതന് അവിടെ നിന്ന്. അതിന് യേശു, ഞാൻ ലോകത്തോട് പരസ്യമായി സംസാരിച്ചിരിക്കുന്നു. കോടതിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ തൻ്റെ എന്താ പറയുന്നത്, തൻ്റെ ഭാഗത്തിന് വേണ്ടി യേശു വാദിക്കുകയാണ് നമ്മളവിടെ കാണുന്നത്. ഞാൻ ലോകത്തോട് പരസ്യമായി സംസാരിച്ചിരിക്കുന്നു. പള്ളിയിലും എല്ലാ യഹൂദന്മാരും കൂടുന്ന ദേവാലയത്തിലും ഞാൻ എപ്പോഴും ഉപദേശിച്ചു. ഞാൻ എന്തിനാ ഇത് കാണിച്ചു തരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ചിലര് യേശു പറഞ്ഞു വലത്തെ ചെകിട്ടത്തെ അടിച്ചാൽ മറ്റേതും കാണിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒന്നും മിണ്ടാതെ എല്ലാം സഹിച്ച് അങ്ങനെ ഇരുന്നോണമെന്ന് പറഞ്ഞ് അബ്യൂസിനെ ന്യായീകരിക്കാനും ഒക്കെ ഈ വചനം ഉപയോഗിക്കാറുണ്ട്. ഞാൻ പണ്ട് നിങ്ങളെ സ്ലേവ് ബൈബിളിനെ കുറിച്ച് ഒന്നും പറഞ്ഞു തന്നായിരുന്നു. വേദപുസ്തകത്തിലെ ചില വാക്യങ്ങൾ തന്നെ എടുത്ത് അബ്യൂസിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ചരിത്രങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ദൈവം നീതിയുള്ള ദൈവമാണ്. നീതിക്കും ജസ്റ്റിസിനും എതിരായിട്ട് ഒരു കാര്യവും ദൈവത്തിൻ്റെ വചനത്തിൽ വരില്ല എന്നുള്ളതാണ്. കർത്താവ് പറയാണ്, ഞാൻ പറഞ്ഞത് അവർ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു കർത്താവ് മഹാപുരോഹിതൻ്റെ ആൾക്കാരോട് പറയാണ്, ഞാൻ എന്താ ഇത്രയും നാളും പ്രസംഗിച്ചിട്ടുള്ളത്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. രാജ്യദ്രോഹ കുറ്റമോ അല്ലെങ്കിൽ ദൈവദൂഷണമോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യേശു പറയുന്നത്. അടുത്ത വാക്യം നോക്കിയാ, അവൻ ഇങ്ങനെ പറയുമ്പോൾ ചേവകരിൽ അരികെ നിന്ന ഒരുത്തൻ മഹാപുരോഹിതനോട് ഇങ്ങനെയോ ഉത്തരം പറയുന്നതെന്ന് പറഞ്ഞ് യേശുവിൻ്റെ കന്നത്തടിച്ചു, യേശുവിൻ്റെ കവിളിലടിച്ചു. ഓക്കെ, അപ്പൊ യേശു പഠിപ്പിച്ചിരിക്കുന്ന എന്താ, എന്നത് ഇവിടെയും കൂടെ അടിച്ചു കൊടുക്കുക, അങ്ങനെ പറയാനാണല്ലേ പറഞ്ഞേക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കാം. ഓക്കെ, അടുത്ത വാക്യം നോക്കാം. യേശു അവനോട്, ഞാൻ ദോഷമായി സംസാരിച്ചുവെങ്കിൽ തെളിവ് കൊടുക്കാം. അടിച്ച ആളോട് പറയാണ്, ഞാൻ തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെളിവ് താ. ഓക്കെ, അല്ലെങ്കിൽ എന്നെ തല്ലുന്നത് എന്ത് എന്ന് പറഞ്ഞു. എന്നെ എന്തിനാ തല്ലുന്നത്? തിരിച്ചു ചോദിക്കുകയാണ് യേശു.
നമ്മൾ ഈ വാക്യത്തിൻ്റെ അർത്ഥം കുറച്ചും കൂടി ഒരു ചരിത്രത്തിലോട്ടൊന്ന് പോയി കഴിയുമ്പോഴത്തേക്ക് യേശു ഇത് എന്തിനാ പറഞ്ഞതെന്ന് മനസ്സിലാക്കാം. ഈ സെർമൺ ഓൺ ദ മൗണ്ടിൽ യേശു കർത്താവ് പറയുന്ന ഒരു ഭാഗമുണ്ട്. നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അത് ചൂഴ്ന്നു കളയുക. ഓക്കെ, അതിൻ്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ കണ്ണുള്ളവരുണ്ടാവുമോ എന്ന് ആലോചിച്ച് നോക്കിയേ. എന്തിനാ യേശു ആ ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന ആ ഒരു ലിറ്റററി സ്റ്റൈലാണത്. ഓക്കെ, ഹൈപ്പർബോൾ എന്ന് പറയും. അതായത് പാപത്തിൻ്റെ സീരിയസ്നെസ്സിനെ കുറിച്ച് മനസ്സിലാക്കുവാനാണ് യേശു ആ ടൈപ്പ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. ഇനിയും അതുപോലെ തന്നെ ഒരിതാണ്, നിന്റെ വലത്തെ ചെകിട്ടത്തടിക്കുന്നവന് ഇടത്തും കൂടെ കാണിക്കാം. ഓക്കെ, നമ്മൾ ഭൂരിഭാഗം പേരും വലങ്കയ്യരല്ലേ അല്ലേ? അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ചൊക്കെ, ഒരാളെ അടിക്കുമ്പോൾ ഏത് കവളത്തായിരിക്കും വീഴുന്നത്? അടി ഇടത്തല്ലേ? ഞാൻ ഇവിടെ നിന്നിട്ട് ഒരാളെ അടിച്ചാൽ ഇടത്ത് കവളിലാണ് കൊള്ളുന്നത്. അന്നത്തെ കാലത്ത് ഈക്വലായിട്ട് സ്റ്റാറ്റസ് ഉള്ളവരെ ഇടത്തോട്ട് അടിക്കുകയുള്ളായിരുന്നു. മനസ്സിലായോ? അല്ലെങ്കിൽ തങ്ങളെക്കാൾ താഴ്ന്നവരാണെന്ന് ചിന്തിക്കുന്നവർക്ക് ഈ ഇടത്തെ കവിളിൽ അടിക്കാനുള്ള യോഗ്യത അവർക്കില്ലെന്ന് കരുതിയിരുന്ന ഒരു സമൂഹമായിരുന്നത്. റോമൻ പട്ടാളക്കാരെ അടിച്ചമർത്തി ഭരിക്കുന്ന ഒരു സമൂഹത്തോടാണ് യേശു സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെങ്ങനെയാണ് ചെയ്തിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ ഇടത്തെ കവിളിൽ ഇങ്ങനെ അടിക്കില്ല. പകരം എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ കൈ ഇങ്ങനെ തിരിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ താഴ്ന്നവരെ ഇങ്ങനെ അടിക്കും. ഓക്കെ, അപ്പം പുറം കൈ കൊണ്ട് അടിക്കും. അപ്പോൾ എവിടെയായിരിക്കും അടി വീഴുന്നത്? വലത്തെ ചെകിട്ടത്ത് വീഴും. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള ഇവരുടെ ചെയ്തികൾക്കെതിരെ അന്ന് രോഷം പൂണ്ട കുറേ മനുഷ്യർ അവിടെ ഉണ്ടായിരുന്നു. ഈ റോമൻ പട്ടാളക്കാർക്കെതിരെ ഭയങ്കര ദേഷ്യം വന്നു. ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ അവരുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ടായിരുന്നു. യേശു ജീവിച്ച കാലത്ത് ഉണ്ടായിരുന്ന പരീശന്മാരെ അറിയാം, നമുക്ക് സദൂക്യരെ അറിയാം അല്ലെ, ശാസ്ത്രിമാരെ അറിയാം. അതുപോലെ തന്നെ ഉണ്ടായ ഒരു ഗ്രൂപ്പുണ്ട്. അവരുടെ പേര് സെലറ്റ്സ്, എരിവുകാരെന്നായിരുന്നു പേര്. എന്തായിരുന്നെന്നറിയാമോ അവരുടെ പ്രത്യേകത? ഈ റോമൻ അന്യായം കണ്ടിട്ട് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് റോമാക്കാരെ പടയാളികളെ ഒളിച്ചിരുന്ന് കൊല്ലുക. ഇതായിരുന്നു ഇവരുടെ ഒരു മിഷൻ പോലെ എടുത്തിരുന്നത്. എരിവുകാര് ടെററിസ്റ്റ് ഗ്രൂപ്പായിരുന്നത്. അങ്ങനെ വയലൻസിലൂടെ റോമാക്കാരെ മറിക്കാമെന്ന് ചിന്തിച്ച ആൾക്കാർ. ഓക്കെ, ആ സമൂഹത്തിലിരുന്ന് യേശു കർത്താവ് പറയുകയാണ്, അങ്ങനെയൊന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല, ഇത് റോമൻ ഭരണമാണ്. ഓക്കെ, പക്ഷേ യേശു കർത്താവ് പറയുകയാണ്, നീ ഇപ്പുറത്തെ ചെകിടും കൂടെ കാണിച്ചു കൊടുക്കുക. എന്തിനാണെന്നറിയാമോ? നീ ഈക്വൽ ആണെന്ന് മനസ്സിലാക്കി കൊടുക്ക്. എതിർക്കുകയും വയലൻസ് എസ്കലേറ്റ് ചെയ്യുകയും ചെയ്തത് കൊണ്ടല്ല സമൂഹത്തിൽ, നമ്മുടെ ഭവനങ്ങളിൽ സ്വസ്ഥത വരുന്നതെന്ന് മനസ്സിലാക്കുക. ശരിയായ ഒരു ആശയം യേശു കർത്താവ് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. കണ്ണിന് പകരം കണ്ണ്, പല്ലിനു പകരം പല്ല് എന്ന് ചിന്തിച്ച് ഓരോ വ്യക്തിയും പെരുമാറാൻ തുടങ്ങിക്കഴിയുമ്പോഴത്തേക്ക് ഒരു സമൂഹം എന്ന് മാത്രമല്ല, നമ്മളൊരു കുടുംബം, നമ്മുടെ ബന്ധങ്ങൾ എല്ലാം പ്രതികാരത്തിൻ്റെ ചിന്തകളിലേക്ക് മാറും. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, നിന്റെ വാൾ എവിടെ ഇടണം? ഉറയിലിടുക. വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും പകരം ചെയ്തോണ്ടിരുന്ന അത് തീരത്തില്ല. അതിങ്ങനെ ചക്രം പോലെ ഉരുണ്ട് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ യേശു കർത്താവ് പറയും എങ്ങനെയാ ഇതിനെ ഡീൽ ചെയ്തതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പത്രോസ് എന്ത് ചെയ്തു? ആ വാളെടുത്തു, വെട്ടി എന്ത് ചെയ്തു? അത് താഴെ ഇട്ടല്ലേ, മൽക്കോസിൻ്റെ കാതറുത്ത് താഴെ ഇട്ടു. പക്ഷെ യേശുവിൻ്റെ റെസ്പോൺസ് ഇതായിരുന്നു, നിന്റെ വാളുറയിലിടുക എന്ന് പറഞ്ഞിട്ട് യേശു കർത്താവ് ആ കാതെടുത്ത് മൽക്കോസിന് വെച്ചു കൊടുത്തിട്ട് അത് ഹീൽ ചെയ്തു. യേശു കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചപ്പം അവസാനമായി ചെയ്ത മിറക്കിൾ ഇതാണ്, അവസാനമായി ചെയ്ത അത്ഭുതം ഇതാണ്. നമുക്കറിയാം, ആദ്യം ചെയ്തത് ഏതായിരുന്നു? കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയത്. യേശു അവസാനം ചെയ്ത മിറക്കിൾ എന്ന് പറയുന്നത് മറ്റൊരാളുണ്ടാക്കിയ മുറിവിനെ ഒന്ന് തൊട്ട് സൗഖ്യമാക്കുകയാണ് ചെയ്തത്. എന്തിനു വേണ്ടിയായിരുന്നെന്നറിയാമോ? ഇല്ലെങ്കിൽ അതവിടെ നിൽക്കത്തില്ല. എന്താ സംഭവിക്കുക? പത്രോസ് അറസ്റ്റ് ചെയ്യപ്പെടും, പത്രോസ് കൊല്ലപ്പെടും, ബാക്കി ശിഷ്യന്മാരും അതുപോലെ തന്നെ സംഭവിക്കും അല്ലേ? അത് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിക്ക് എതിരായിട്ട് പോകുന്ന ഒരു കാര്യമാണ്. അതിന് തടയിട്ടുകൊണ്ട് യേശു കർത്താവ് മൽക്കോസിനെ ഹീൽ ചെയ്ത് കൊടുത്തു. അപ്പോൾ യേശു കർത്താവ് പറയുന്ന ഒരു ഭാഗമുണ്ട്, ലൂക്കോസ് 22:51. ഓക്കെ,
പത്രോസിനോടും ബാക്കി ശിഷ്യന്മാരോടും പറയുകയാണ്, ഈ വാക്യം നിങ്ങൾ ഇനി മറന്നു പോകരുത്, ഇത്രയ്ക്ക് വിടുവിൻ. ഒരു പക്ഷെ നിങ്ങൾ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ലൂക്കോസ് 22:51 ഇങ്ങനെയാ പറയുന്നത്, ഇത്രയ്ക്ക് വിടുവിൻ എന്ന് പറഞ്ഞ് അവൻ്റെ കാത് കണ്ടോ നിങ്ങൾ? ഇത്രയ്ക്ക് വിടുവിൻ ഒന്ന് പറഞ്ഞേ, ഇത്രയ്ക്ക് വിടുവിൻ എന്ന് പറഞ്ഞ് അവൻ്റെ കാത് തൊട്ട് സൗഖ്യമാക്കി. ഒന്ന് പറഞ്ഞേ, ഇത്രയ്ക്ക് വിടുവിൻ. ഇംഗ്ലീഷിൽ അത് ഭയങ്കര കുറച്ചും കൂടെ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നോ മോർ ഓഫ് ദിസ്, ഇനി ഇത് മുമ്പോട്ട് പോവരുത്. നോ മോർ ഓഫ് ദിസ് പറഞ്ഞേ, നോ മോർ ഓഫ് ദിസ്. യേശു കർത്താവ് പറഞ്ഞത് ഇത് ഇവിടെ നിർത്ത്. നോ മോർ ഓഫ് ദിസ്. ഒരു കാതറുത്തിട്ടത് കൊണ്ടോ അടുത്തയാൾ പിന്നെയും വെട്ടിയത് കൊണ്ടോ പ്രശ്നങ്ങൾ അവസാനിക്കില്ല. വാൾ ഉറയിലിടുക. നോ മോർ ഓഫ് ദിസ് ഒന്ന് പറഞ്ഞേ, നോ മോർ ഓഫ് ദിസ്. യേശു കർത്താവ് നമ്മളോടും ഇതാ പറയുന്നത്. പലപ്പോഴും നമ്മളും പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ എങ്ങനെ നമ്മൾ ശ്രമിക്കും. ഒന്നിനും അങ്ങോട്ട് കൊടുത്തു, ഇങ്ങോട്ട് പറഞ്ഞു, അങ്ങോട്ട് പറഞ്ഞു, പക്ഷെ നോ മോർ ഓഫ് ദിസ്. വാൾ ഉറയിൽ ഇടുക അല്ലേ? ലാസ്റ്റ് മിറക്കിൾ ഓഫ് ജീസസ്. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയാം? യേശു കർത്താവ് ചെയ്ത് മൽക്കോസിൻ്റെ ആ ചെവി സൗഖ്യമാക്കിയപ്പോഴത്തേക്ക് ഇനി പത്രോസിനെതിരെ ആരോപണം വരികയാണ്. പത്രോസ് വെട്ടിയെന്ന് പറഞ്ഞാൽ നോക്കിയാൽ പോലും ഒരു പാടുണ്ടാവില്ല അല്ലേ? പ്രിവെൻറ്റഡ് പീറ്റേഴ്സ് അറസ്റ്റ്. അതോടെ അങ്ങനെ ഒരു സംഭവമില്ലാത്ത രീതിയിൽ അതിനെ ആക്കിക്കളഞ്ഞു. അത് മാത്രമല്ല, ശരിക്കും താൻ എന്തു പ്രസംഗിച്ചോ, ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്ന് യേശു എന്ത് പഠിപ്പിച്ചോ അതവിടെ പ്രാവർത്തികമാക്കുമായിരുന്നു. വേദന കൊണ്ട് പുളയുന്ന മൽക്കോസിനെ തൊട്ട് സൗഖ്യമാക്കുകയാണ് ചെയ്തത്. യേശു നമ്മളെ പഠിപ്പിച്ചത് ഇതാണ്. ജീസസ് ക്രൈസ്റ്റ് taught us to stop this cycle of retaliation. നമ്മളെ ഈ പ്രതികാരത്തിൻ്റെ ചക്രത്തിൽ നിന്ന് വിടുവിക്കാൻ അത് പഠിപ്പിക്കുകയായിരുന്നു യേശു ചെയ്തത്. വാൾ ഉറയിലിടുക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, എല്ലാ കാര്യത്തിലും എപ്പോഴും നീതി കിട്ടണം. യേശുവിന് നീതി കിട്ടിയോ? ഇല്ല. ഏറ്റവും അന്യായമാണ് യേശുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. പക്ഷെ അതിൽ കൂടെ ദൈവം പ്രവർത്തിച്ചോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ആ ഒരു ഈവിൾ സംഭവിച്ചെങ്കിൽ പോലും അതിൽ കൂടെയും ദൈവം പ്രവർത്തിച്ചത് നമുക്ക് അറിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഒന്ന് വായിച്ചത്. ജീസസ് ക്രൈസ്റ്റ് taught us to stop the cycle of retaliation. നമ്മളുടെ ജീവിതത്തിൽ ഇത് പത്രോസിൻ്റെയും മൽക്കോസിൻ്റെയും മാത്രം കഥയല്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലത്തെ ഇഷ്ടം പോലെ സാഹചര്യങ്ങൾ ദിവസവും വരാം, തിരിച്ചു പറയാൻ തോന്നുന്നത്. നമ്മൾക്ക് ചിലതൊന്നും നോക്കാമേ. We have our swords of daily retaliation. നമുക്ക് പത്രോസ് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടന്ന പോലത്തെ വാളൊന്നും നമ്മുടെ കയ്യിലില്ല, കാണാൻ സാധ്യതയില്ലെന്ന് പ്രതീക്ഷിക്കുകയാണ്. പക്ഷേ നമുക്ക് അതിനുള്ള വാളുകൾ നമ്മുടെ കയ്യിലുണ്ട്. അത് ചിലപ്പം എന്തൊക്കെയായിരിക്കാമെന്ന് അറിയാമോ? നല്ല വേദനിപ്പിക്കുന്ന രീതിയിൽ തിരിച്ചു പറയാൻ അറിയാം. അത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാളാണ് അല്ലേ? പഴയ കാര്യങ്ങൾ ഓർത്തു വെച്ചിട്ട് പറയാൻ അല്ലേ? ഒരു ഭാര്യയും ഭർത്താവിനെയും എടുത്തേ, ചിലപ്പോൾ എന്താണെന്നറിയാമോ? ഈ നല്ല ബന്ധങ്ങൾ, ഏറ്റവും അടുത്ത ബന്ധങ്ങളിലാണ് ഇതൊക്കെ ഏറ്റവും സംഭവിക്കുക. കാരണം എന്താ വെച്ചാൽ നമുക്ക് അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും അറിയാം. ഒരു പ്രശ്നമുണ്ടാകുമ്പം നമുക്ക് ഉപയോഗിക്കേണ്ട വാൾ ഏതാണെന്നറിയാം. ഏറ്റവും അവരെ വേദനിപ്പിക്കുന്ന സംഭവം പറഞ്ഞാൽ എന്താണെന്നറിയാം, മറ്റേ ആൾക്കും തിരിച്ചറിയാം. അപ്പം അതിങ്ങോട്ട് പറയും, ഹാർഷ് വേർഡ്സ്. പിന്നെ ചിലപ്പം മിണ്ടാതിരിക്കുക, അങ്ങനത്തെ വാൾ ഉപയോഗിക്കാൻ അറിയാം. വേദനിപ്പിക്കാനായിട്ട് മൈൻഡ് ചെയ്യാതിരിക്കുക, സൈലന്റ് ട്രീറ്റ്മെന്റ് അറിയാം. സ്ലാൻഡർ, മറ്റുള്ളവരെ കുറിച്ച് അപവാദം പറയാൻ അറിയാം. ഉള്ളതും ഇല്ലാത്തതും പൊടിപ്പും തൊങ്ങലും വെച്ച് ഒക്കെ പറഞ്ഞ് നമുക്ക് സ്വോർഡ്സ് ഉപയോഗിക്കാം അല്ലേ? ഏത് വാളാ ഉപയോഗിക്കേണ്ടതെന്ന് അക്ഷരിക വാളുകൾ ഇല്ലെങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാനുള്ള വാളുകൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ? ബിറ്റർനെസ്, കയ്പായിരിക്കാം. ഞാൻ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, നമ്മളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, അത് എന്നോടും കൂടെയുള്ള ക്വസ്റ്റ്യനാണ്. നമ്മൾ ഉപയോഗിക്കുന്ന സ്വോർഡ്സ് ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആവശ്യം വരുമ്പം പ്രതികാരത്തിനായിട്ട്, വേദനിപ്പിക്കാനായിട്ട് എടുക്കുന്ന വാൾ ഏതാണ്? കർത്താവ് നമ്മളെ ഇന്ന് ഈ സംഭവത്തിലൂടെ ഒരു കാര്യം കൂടെ ഓർപ്പിക്കുകയാണ്. ഡോണ്ട് റീച്ച് ഫോർ യുവർ സോഡ്, റീച്ച് ഫോർ ഹീലിംഗ്. നമുക്ക് പെട്ടെന്ന് തോന്നുന്നത് എന്താണെന്നറിയാമോ? വാളെടുക്കാം, പ്രയോഗിക്കാം, തിരിച്ചൊരെണ്ണം കൊടുക്കാം എന്നായിരിക്കും തോന്നുന്നത്. സാഹചര്യങ്ങൾ വരുമ്പോഴല്ലേ?
പത്രോസിനെ ഇപ്പം നമുക്ക് കുറ്റം പറയാൻ എളുപ്പമാണ്, പക്ഷെ നമ്മളും അങ്ങനെയാ. ഒറേൽ ചിലത് കരുതിയിട്ടുണ്ടാകും. പക്ഷെ കർത്താവ് പറയാണ് അങ്ങനെയല്ല പ്രതികരിക്കേണ്ടത്. അത് ആ സൈക്കിൾ ഓഫ് റിറ്റാലിയേഷനിലോട്ടേ പിന്നെയും പോകത്തുള്ളൂ. പിന്നെയും പ്രതികാരം ഉരുണ്ടു പോകത്തേ ഉള്ളൂ. അത് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. മൽക്കോസിൻ്റെ ചെവി തൊട്ട് സൗഖ്യമാക്കിയതുപോലെ ഹീലിങ്ങിന് വേണ്ടിയിട്ട്, മറ്റൊരാളുടെ മുറിവുണക്കാൻ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓർക്കുക, നോ മോർ ഓഫ് ദിസ്, നോ മോർ ഓഫ് ദിസ്. ഇതിവിടെ വെച്ച് നിർത്തുക, അല്ലേ? ഇത്രയ്ക്ക് വിടുവിൻ. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തൊരു സംഭവമാണെന്ന് എനിക്ക് അറിയത്തില്ല, നമുക്ക് തമ്മിൽ ചിലപ്പോൾ അറിയണമെന്നില്ല. പക്ഷെ ചിലപ്പം എങ്ങനെ അടുത്ത വേദനിപ്പിക്കാനുള്ള കാര്യം ചെയ്യണം, എങ്ങനെ പകരം ചെയ്യണം എന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മൾ കത്തിയെടുത്തൊന്നും ചെയ്യത്തില്ലായിരിക്കും, പക്ഷെ എങ്ങനെയൊക്കെ നമുക്ക് ദ്രോഹിക്കാൻ പറ്റുമോ അതിനുള്ള സ്ട്രാറ്റജീസൊക്കെ അറിയാവുന്നവരാ മനുഷ്യർ, അല്ലേ? അത് ഇവിടെ വെച്ചൊന്ന് നിർത്താൻ തീരുമാനിക്കാമോ? ഡോണ്ട് ടേക്ക് യുവർ സ്വോർഡ്. നിങ്ങളുടെ വാളല്ല ഇനി എടുക്കേണ്ടേ, ഹീലിങ്ങിന് വേണ്ടി നമ്മുടെ കൈകൾ പൊങ്ങട്ടെ. മൽക്കോസിൻ്റെ കർത്താവ് ചെയ്തതുപോലെ കണ്ണിനു പകരം കണ്ണും പല്ലിനു പകരം പല്ലും ചെയ്യുന്ന സ്വഭാവം നാച്ചുറലായിട്ട് വരുന്ന, പക്ഷേ ഒരു പടി മുമ്പോട്ട് കടന്നുകൊണ്ട്, അല്ലേ, വേണ്ട ഇത്രയ്ക്ക് വിടുവിനെന്ന്, അല്ലേ, നോ മോർ ഓഫ് ദിസ് എന്ന് തീരുമാനിക്കാനായിട്ട് പറ്റുമോ? ദൈവസന്നിധിയിൽ നമ്മൾ ഈ ധ്യാനിച്ച ഭാഗം ഓരോരുത്തർക്കും എൻകറേജ്മെൻ്റ് ആകട്ടെ. ജീവിതത്തിൽ നമ്മളുടെ ബന്ധങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ഒക്കെ സംഭവിക്കാം മുറിവുകൾ, പക്ഷെ പ്രതികരിക്കുവാനൊരു നല്ല മാതൃക, നല്ല വഴി നമ്മുടെ ഗുരുവായ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചു തന്നിരിക്കുന്നു. എല്ലാത്തിനും ഓരോ ഇൻസിഡൻസിനും എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഗൈഡ് ചെയ്യട്ടെ. ദൈവവചനം നമ്മളോട് വ്യക്തിപരമായിട്ട് ഇടപെടട്ടെ. നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.